താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ ആരോപണ വിധേയനായ മലപ്പുറം മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനെതിരെ സിബിഐ അന്വേഷണം വേണമെന്ന് ആവശ്യം. താമർ ജിഫ്രിയെയും കൂട്ടരെയും മർദ്ദിച്ചതിന് സമാനമായ രീതിയിൽ അതിക്രൂരമായി മർദ്ദിച്ച് കഞ്ചാവ് കേസ് തലയിൽ കെട്ടിവെച്ചെന്നാണ് ആരോപണം. മുൻ എസ് പിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചിയിലെ 6 യുവാക്കൾ. 2018 ഫെബ്രുവരി 24-നാണ് മദ്യപിച്ച് വാഹനമോടിച്ച കുറ്റത്തിന് ഉമറുൽ ഫാറൂഖിനെ എടത്തല പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ ബൈക്ക് തന്റേതല്ലെന്നും സുഹൃത്തായ സുരേഷിന്റേതാണെന്നും ഫാറൂഖ് പോലീസിനോട് പറഞ്ഞു. അതിനിടെ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്ന് സമ്മതിക്കാൻ പ്രിൻസിപ്പൽ എസ് ഐ സ്റ്റെപ്റ്റോ ജോൺ നിർബന്ധിച്ചെന്നാണ് ആരോപണം. രാത്രിയോടെ സ്റ്റേഷനിലെത്തിയ അന്നത്തെ നാർക്കോട്ടിക് സെൽ ASP സുജിത് ദാസ് ഉമറുൽ ഫാറൂഖിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. സുരേഷിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും വഴി സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം ക്രൂരമായി മർദ്ദിച്ചെന്നും പരാതി. വീട്ടിൽ കിടന്നുറങ്ങിയ തന്നെ രാത്രി 11 മണിയോടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്ന് സുരേഷ്. സുജിത് ദാസ് സാർ എന്തോ വൈരാഗ്യമുള്ള പോലെയാണ് നമ്മളോടൊക്കെ ഇടിയെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ഇടി. അപ്പോൾ ഇപ്പോൾ ഒരു കൊലപാതക കേസിലോ എന്തോ ഇതിൽ ആയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടൊക്കെയാണ് അന്ന്. ഉമറുൽ ഫാറൂഖിനെയും സുരേഷിനെയും കൊണ്ടുപോയത് കുഞ്ചാട്ടുകരയിലെ ഷിഹാബിന്റെ വീട്ടിലേക്ക്. അവിടെ കണ്ടത് പോലീസ് സംഘം ഷിഹാബിനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇതേ സമയത്താണ് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഷിഹാബിന്റെ കാർ വാടകയ്ക്കെടുത്ത രഞ്ജിത്ത് നായർ സുഹൃത്തുക്കളായ സുനിൽകുമാറിനും KS രഞ്ജിത്തിനുമൊപ്പം വാഹനം തിരിച്ചേൽപ്പിക്കാൻ എത്തുന്നത്. അതോടെ കഞ്ചാവ് സംഘത്തിലെ കണ്ണികളെന്നാരോപിച്ച് സുജിത് ദാസ് അവരെയും മർദ്ദിച്ചെന്നുമാണ് പരാതി. വീടിനകത്തു നിന്ന് ഒരു സ്കൂൾ ബാഗുമായി പുറത്തു വന്ന പോലീസ് സംഘം കഞ്ചാവ് കണ്ടെത്തിയെന്ന് പറഞ്ഞു. വാഹനം കൊടുക്കാൻ എത്തിയവരുൾപ്പെടെ 6 പേരെയും സ്റ്റേഷനിലെത്തിച്ച് നേരം പുലരുവോളം ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ആരോപണം. കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് മാറിൽ അമർത്തി തിരിച്ചെന്നും ടോർച്ച് ഉപയോഗിച്ച് മുതുകിൽ ഇടിച്ച് ചതച്ചെന്നും പരാതിക്കാർ. നിങ്ങൾ ഈ കേസ് സമ്മതിക്കണം, നിങ്ങൾ ഒന്നിച്ചാണ് ഇത് ചെയ്യണമെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ ഞങ്ങൾ തല്ലില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് കസ്റ്റഡിയിലെടുത്ത് 3-ാം ദിവസം 6 പേരെയും പോലീസ് 8 ഏക്കർ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി. മാധ്യമങ്ങളെയും തഹസിൽദാരെയും വിളിച്ചുവരുത്തി കഞ്ചാവുമായി അപ്പോൾ പിടികൂടിയതെന്ന നിലയിൽ റിപ്പോർട്ട് തയ്യാറാക്കി. മലപ്പുറം മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് IPSനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. താനൂരിലേതിന് സമാനമായ ക്രൂര കസ്റ്റഡി മർദ്ദനത്തിന് വിധേയരായി എന്നാണ് യുവാക്കളുടെ വെളിപ്പെടുത്തൽ. സുജിത് ദാസിനെതിരെ നീതിയുക്തമായ നടപടികൾക്കായി CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് യുവാക്കൾ. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.